കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 2 ഇൻ്റഗ്രേഷൻ ഡേ 1 ആണല്ലേ. ഡേ 1 ഇൻ്റഗ്രേഷൻ എക്സാം ആയിരുന്നു, ഉദ്ഗ്രഥിതം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കൽ കൂടി നമുക്ക് നോക്കിയാലോ? നോക്കാം. നിറം നൽകാം. എല്ലാവരും നിറം നൽകിയായിരുന്നോ? നിറം നൽകിയിട്ടുണ്ട് അല്ലേ. ഓക്കെ. പ്രവർത്തനം 1 എന്തായിരുന്നു? വായിക്കാം, എഴുതാം. ഇന്ന് അവധിയാണ്, പുറത്തേക്ക് ഇറങ്ങിയാലോ? കാഴ്ചകൾ കണ്ടു നടക്കാം. മിത്ര പുറത്തേക്കിറങ്ങി. അവൾ വയൽ വരമ്പിലൂടെ നടന്നു. ചുറ്റും പച്ച വിരിച്ച നെൽവയലുകൾ, ദൂരെ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, വലിയ തെങ്ങുകളും മരങ്ങളും. നടന്നു നടന്നവൾ തോട്ടുവരമ്പിലെത്തി. കളകളം പാടിയൊഴുകുന്ന തോട്, തോട്ടിൽ നീന്തി തുടിക്കുന്ന മീനുകൾ. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഇപ്പോൾ മഴ പെയ്യും. മിത്ര വീട്ടിലേക്ക് തിരിച്ചു നടന്നു. മ്യാവ് മ്യാവ്. എവിടെ നിന്നാ ശബ്ദം? അവൾ ചുറ്റും നോക്കി. തെങ്ങിൻ ചുവട്ടിൽ അതാ ഒരു പൂച്ചക്കുഞ്ഞ്. മഴ പെയ്താൽ പാവം നനയുമല്ലോ. അപ്പൊ ഇതായിരുന്നു വായിക്കാൻ തന്ന ഭാഗം അല്ലേ. ഇനി ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ദൂരെ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്നത് എന്താണ്? ആകാശമുട്ട ഉയർന്നു നിൽക്കുന്നത് എന്താ? മലനിരകൾ. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്തായിരുന്നു? മലനിരകൾ. മഴ പെയ്യാറായി എന്ന് തോന്നാൻ കാരണം എന്താണ്? മഴ പെയ്യാറായി എന്ന് തോന്നാൻ കാരണം തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഇപ്പോൾ മഴ പെയ്യും. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. മൂന്നാമത്തെ ചോദ്യം, പൂച്ചക്കുഞ്ഞിനെ കണ്ട മിത്ര എന്ത് ചെയ്തിട്ടുണ്ടാകും? എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? മഴ പെയ്താൽ പാവം നനയുമല്ലോ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്തിരിക്കാം? മഴ നനയാതെ ആ പൂച്ചക്കുഞ്ഞിനെ കൂടെ കൂട്ടിയിരിക്കുക അല്ലേ. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഉത്തരം എഴുതിയിട്ടുണ്ടാവും. മിത്ര കണ്ട മറ്റ് കാഴ്ചകൾ എന്തൊക്കെ? മിത്ര എന്തൊക്കെ കാഴ്ചകൾ കണ്ടു? എന്തൊക്കെ കണ്ടു? മലനിരകൾ കണ്ടു, പച്ച വിരിച്ച നെൽവയലുകൾ കണ്ടു, തെങ്ങുകളും മരങ്ങളും കണ്ടു, കളകളം ഒഴുകുന്ന തോട് കണ്ടു, തോട്ടിൽ നീന്തി തുടിക്കുന്ന മീനുകൾ കണ്ടു അല്ലേ. ഓക്കെ. പ്രവർത്തനം 2, സംഭാഷണം പൂർത്തിയാക്കൂ. പൂച്ചക്കുഞ്ഞിനെയും എടുത്ത് മിത്ര വീട്ടിലെത്തി. മുറ്റത്ത് മുത്തശ്ശി മിത്രയെ കാത്തു നിൽക്കുകയായിരുന്നു. മുത്തശ്ശി, മിത്രയെ നിന്റെ കയ്യിലെന്താ? മിത്ര എന്തു പറഞ്ഞു കാണും? പൂച്ചക്കുട്ടി അല്ലേ. മുത്തശ്ശി, നിനക്കിതിനെ എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടി? വരമ്പിൽ നിന്ന് കിട്ടി. എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. മുത്തശ്ശി അടുത്ത് എന്ത് ചോദിച്ചു? മിത്ര എന്ത് പറഞ്ഞു? അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം? അത് എഴുതണമായിരുന്നു. കണ്ടോ? പൂച്ചക്കുട്ടിയെ മഴ നനയാതെ കണ്ടോ? കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? കണ്ടു. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കിറ്റൻസ് ഹൗസ്. ആ പൂച്ചക്കുട്ടിക്ക് വീട്. മിത്ര നെയ്മഡ് ഹെർ കിറ്റൻ കുറിഞ്ഞി. എന്ത് പേരിട്ടു? കുറിഞ്ഞി എന്ന് പേരിട്ടു. കുറിഞ്ഞി നീഡ് എ ഹൗസ്. കുറിഞ്ഞിക്ക് നീഡ്സ് എ ഹൗസ്, ഒരു വീട് വേണം. എ ഹൗസ് വിത്ത് ഷേപ്സ് ഹാവിംഗ് സർക്കിൾ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ. കുറിഞ്ഞിക്ക് വീടുണ്ടാക്കിയത് സർക്കിൾ ഉപയോഗിച്ച്, റെക്ടാങ്കിൾ ഉപയോഗിച്ച്, ട്രയാങ്കിൾ ഉപയോഗിച്ച്. ലുക്ക് അറ്റ് ദ ഹൗസ് ഓഫ് കുറിഞ്ഞി. കുറിഞ്ഞി പൂച്ചയുടെ വീട് കണ്ടോ? ഇതിൽ ഓരോ ഷേപ്പും എത്ര വീതം ഉണ്ടായിരുന്നു? സർക്കിൾ ഷേപ്പ് എത്ര ഉണ്ടായിരുന്നു? 1 2 3 4 5. റെക്ടാങ്കിൾ എത്ര ഉണ്ടായിരുന്നു? 1 2 3 4 5. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തായിരുന്നോ? കൗണ്ട് ചെയ്തായിരുന്നോ? ഓക്കെ. ട്രയാങ്കിൾ എത്ര ഉണ്ടായിരുന്നു? ട്രയാങ്കിൾ 1 2
അല്ലേ? ഓക്കെ, നിങ്ങളിത് കറക്റ്റായിട്ട് എഴുതിയല്ലോ? എഴുതി. പ്രവർത്തനം 4, വൃത്തിയുള്ള വീട്. വീടായാൽ വൃത്തി വേണം. സുരക്ഷിതവും ആരോഗ്യകരവുമായ വീടിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി ടിക്ക് നൽകുക. പരിസരത്ത് മാലിന്യങ്ങളില്ല, ടിക്ക് മാർക്ക് കൊടുക്കാം. വീടിനകത്ത് സാധനങ്ങൾ വലിച്ചുവാരി ഇട്ടിരിക്കുന്നു, നോ. ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ലഭിക്കുന്നു, ടിക്ക് മാർക്ക് നൽകാം. മാറാലകൾ തൂത്ത് വൃത്തിയാക്കുന്നു, ടിക്ക് മാർക്ക് നൽകാം. വൃത്തിയില്ലാത്ത ശുചിമുറികൾ, നോ. ഓക്കെ, പ്രവർത്തനം 4 എല്ലാവരും ചെയ്തുവല്ലോ. പ്രവർത്തനം 4 ഇനിയുമുണ്ട്. വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ വീടിൻ്റെ 2 സവിശേഷതകൾ കൂടി എഴുതാൻ പറഞ്ഞില്ലായിരുന്നോ? അടുക്കള എന്താണ്? എല്ലാ ദിവസവും വൃത്തിയാക്കണം. മുറ്റവും പരിസരവും വൃത്തിയാക്കണം. മുറ്റവും വീടിനകവും വൃത്തിയാക്കണം. മാറാലകൾ അടിക്കണം. തുണിയെല്ലാം മടക്കി വയ്ക്കണം. നമ്മൾ കഴുകേണ്ട തുണികളെല്ലാം കഴുകി മടക്കി വയ്ക്കണം. ഇതൊക്കെ ആരോഗ്യകരമായ വീടിൻ്റെ 2 സവിശേഷതകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. 5ാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് മേക്ക് എ പ്ലേ ഹൗസ്. മിത്ര വാണ്ട് ടു ബൈ തിങ്സ് ടു മേക്ക് എ പ്ലേ ഹൗസ് ഫോർ കുറിഞ്ഞി. കുറിഞ്ഞിപ്പൂവിന് പ്ലേ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി മിത്ര പ്ലേ ഹൗസിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. മിത്ര ഓപ്പൺ ഹെർ മണി ബോക്സ്. മിത്ര എന്ത് ചെയ്തു? മണി ബോക്സ് ഓപ്പൺ ചെയ്തു. 10ൻ്റെ എത്ര നോട്ട്സ് ഉണ്ട്? 5ൻ്റെ എത്ര കോയിൻസ് ഉണ്ട്? 2ൻ്റെ എത്ര കോയിൻസ് ഉണ്ട്? 1ൻ്റെ എത്ര കോയിൻസ് ഉണ്ട്? കണ്ടായിരുന്നോ? മിത്രയുടെ ബോക്സിലുള്ള ക്യാഷ് എത്രയെന്ന് കണ്ടോ? മണി എത്രയെന്ന് കണ്ടോ? കണ്ടു അല്ലേ? 10ൻ്റെ റുപ്പീസ് എത്ര ഉണ്ടായിരുന്നു? 2. അപ്പോൾ എത്രയാ ടോട്ടൽ? 20. 5ൻ്റെ റുപ്പീസ് എത്ര ഉണ്ടായിരുന്നു? 1, 2. അപ്പോൾ 2 ആണെങ്കിൽ എത്രയായിരിക്കും? 10. അപ്പോൾ 2 എഴുതണം അല്ലേ? 5 ഒരു റൗണ്ട് വരച്ച് 5 റൗണ്ട് വരച്ച് 5. 2 റുപ്പീസിന് എത്ര ഉണ്ടായിരുന്നു? 1, 2, 3. അപ്പോൾ ടോട്ടൽ എത്രയാ? 6. 1 റുപ്പി എത്ര ഉണ്ടായിരുന്നു? 4. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക, 1. അങ്ങനെ 4 എഴുതണം. ടോട്ടൽ എത്രയുണ്ടായിരുന്നു? 20 + 10 30. 30 + 6 36. 36 + 4 40. 40. 40 റുപ്പീസ് 40 ആയിരുന്നു ഉത്തരം. ഓക്കെ ചിൽഡ്രൻ. അപ്പോൾ 1ാമത്തെ ദിവസം 4 ആക്ടിവിറ്റിയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാകും. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഡേ 2 ക്ലാസ്സുമായിട്ട് നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്. സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.